പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാനായി എന്നെ വിളിച്ചു നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശൈലജ. ഇതെൻ്റെ മോൻ അമിത്. ഞങ്ങൾ വരുന്നത് മുംബൈയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 2024 ജൂൺ 1-ാം തീയതിയാണ്. അതിനുള്ള കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ചേച്ചി എനിക്കൊരു പത്രം തന്നു. ആ പത്രത്തിൽ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രശ്നങ്ങളെല്ലാം അമ്മ മാതാവിലൂടെ എനിക്ക് സാധിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമായി. കാരണം എനിക്ക് കൂടുതൽ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെ പോകും, പള്ളിയിൽ എങ്ങനെ വരും, അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അമ്മയോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ കേട്ട് തുടങ്ങി. ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ബോംബെക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നും അമ്മയുടെ അടുത്ത് പറയും, അമ്മ എന്നെ വിളിച്ചാൽ ഞാൻ വരും, അല്ലാതെ എനിക്ക് വരാൻ പറ്റില്ല, അമ്മയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ജൂൺ മാസത്തിൽ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൽ ഞാൻ എൻ്റെ മോന് ജോലിയെക്കുറിച്ച് വെച്ചിരുന്നു. അത് അമ്മ ആ മാസം തന്നെ എനിക്ക് ജോലി മോന് കൊടുക്കുകയും അത് അത്ര ശമ്പളമുള്ള ജോലി ആയിരുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയോട് വീണ്ടും പ്രാർത്ഥിച്ചു. 1 മാസത്തിനുള്ളിൽ അമ്മ വീണ്ടും നല്ലൊരു ജോലി കൊടുക്കുകയും ചെയ്തു. അപ്പോഴും എൻ്റെ ആരോഗ്യ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കോവിഡ് വന്നതിന് ശേഷം ഒരു വൈറൽ ഫീവർ വന്നു. കോവിഡ് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വൈറൽ ഫീവർ വരികയും അതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി വെയിറ്റ് ലോസ്, ഹെയർ ലോസ്, അതുപോലെ വായിലെ തൊലി പോവുക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. മുടിയെല്ലാം ഒത്തിരി പോയി. അങ്ങനെ വീടിനുള്ളിൽ അടയ്ക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. എനിക്ക് പുറത്ത് പോകാനോ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാലല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് വീടിനുള്ളിൽ തന്നെ ഞാൻ കഴിഞ്ഞു. കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി, ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. അപ്പോൾ അവരൊക്കെ പറയുന്നത് വിറ്റാമിൻ ഡെഫിഷ്യൻസിയാണ്, അല്ലാതെ മറ്റു കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് പുതുക്കാനായിട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ ഡയഗ്നോസിസ് എന്താണെങ്കിലും എനിക്ക് അമ്മ പറഞ്ഞു തരണം. കാരണം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റണില്ല, അത്ര ടെൻഷനാണ്. ഭക്ഷണം കഴിക്കാൻ കൊതിയാണ്. കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല. വായിലെ തൊലി പോകുന്നു, ഒത്തിരി ബ്ലഡ് വരുമായിരുന്നു, പല്ലൊക്കെ തേക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നും നാവിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു, ഇത് ഒരു മകള് നാവിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് മനസ്സിലാവണില്ല എന്ന് അതെൻ്റെ ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും ഒക്കെ കേൾക്കാനിടയായി. അപ്പോൾ തൊട്ടിട്ട് എനിക്ക് വിശ്വാസമായി അത് എൻ്റെ കാര്യം തന്നെയാണ് അമ്മ പറഞ്ഞതെന്ന്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള കൊതിയായി. അന്ന് ഞാനിട്ട് മത്സ്യം ചേച്ചി മേടിച്ചിട്ട് വന്നത് ഉണ്ടാക്കി തന്നു, എനിക്ക് കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ നാക്കിലത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 3-4 വർഷക്കാലം ഞാൻ അങ്ങനത്തെ ഒരു ഭക്ഷണമാണ് കഴിച്ചത്. അതിൻ്റെ പേരിൽ എൻ്റെ വെയിറ്റ് വളരെയധികം കുറഞ്ഞു. പിന്നെ എൻ്റെ തുടയിലൊരു അരിമ്പാറ പോലെ വന്നു. പക്ഷേ കേൾക്കുമ്പോൾ ഒരു നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ സാക്ഷ്യത്തിലൂടെ ഓരോരുത്തരും പറയേണ്ട ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ മാറുന്നുണ്ടെന്ന് ഞാനും അങ്ങനെ ചെയ്തു. 2-3 ദിവസം കൊണ്ട് അതങ്ങനെ തന്നെ പറഞ്ഞു പോയി. 3-4 വർഷമായിട്ടുള്ളതായിരുന്നു. പിന്നെ 22 വർഷമായിട്ട് എനിക്കൊരു പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാറും, കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും വരും, പിന്നെ അങ്ങനെ കുറേ വർഷങ്ങൾ പോയി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ അത് പെട്ടെന്ന് എങ്ങനെയാണ് മാറിയതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഓർക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇത് ഈശോയും മാതാവും എനിക്ക് സാധിച്ചു തന്നതാണ്. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളങ്ങനെ ബോംബെയിലാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എങ്കിലും ഞാൻ അവിടെ അനാഥ മന്ദിരത്തിൽ ഓർഫണേജ് ഉണ്ട്, അവിടെ ഒരു 9 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ പോയിട്ട് അവിടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും അവർക്ക് സ്നാക്സും അവർക്ക് വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉടമ്പടി വസ്തുക്കളെല്ലാം അവർക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് മരുന്ന് ഒരു കുട്ടിക്ക് 1 മാസത്തേക്കുള്ള ഫുൾ മെഡിസിൻസ് എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് സഹായിക്കാൻ പറ്റി. പിന്നെ ഹിന്ദി, മറാഠി, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയുള്ള പത്രങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് അവിടെ എല്ലായിടത്തുനിന്നും നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റണില്ല. എങ്കിൽ പോലും ഞാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഓരോ സാക്ഷ്യങ്ങളും ഞാൻ ഓരോ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ മോൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടു. അപ്പോൾ അത് പോയോ അത് ക്ലിയർ ആയോ എന്ന് എനിക്ക് അറിയില്ല.
അത്ര ടെൻഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ മൊബൈലെടുത്ത് നോക്കി, എങ്ങനെ അറിയും, ആരോടെ ചോദിക്കുക, ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ മൊബൈൽ നോക്കിയപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ ഗ്രൂപ്പിൽ ഒരു ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് എൻ്റെ പേര് വന്നിരിക്കണു. അപ്പോൾ അത് ആരാണെന്ന് എനിക്കറിയില്ല. അഡ്മിൻ്റെ നമ്പറിൽ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു. അത് ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചേച്ചിയായിരുന്നു, ഒരു ആശ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവരുമായിട്ട് ഞങ്ങളെപ്പോഴും ഗ്രൂപ്പിൽ മെസ്സേജുകൾ അയക്കുകയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരികയും അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ആ ചേച്ചി എനിക്ക് പത്രം ഉണ്ടായിരുന്നില്ല, അവരെനിക്ക് പത്രം അയച്ചു തരികയും ആ പത്രം ഞങ്ങൾ ബോംബെയിൽ തന്നെ ഒരു പള്ളിയിൽ പോയി കൊണ്ടു കൊടുത്തു. അവിടെ കൊണ്ടു കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ സ്റ്റോളുകളിലെല്ലാം ഇവിടുത്തെ എല്ലാ ലാംഗ്വേജിലുള്ള പത്രങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ അത് കൊടുക്കാൻ പറ്റി. പിന്നെ അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ളൊരു കുട്ടിക്ക് സുഖമില്ലാത്ത അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ എനിക്ക് പൈസ കൊടുത്ത് സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യം ആർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എന്നോട് ചോദിച്ചാൽ എനിക്ക് കൊടുക്കാനൊരു മടി ഉണ്ടായിരുന്നില്ല. നേരത്തെ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്ക് അതെങ്ങനെ കൊടുക്കുക അങ്ങനെയുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല. ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഞാൻ പൈസ എന്തെങ്കിലും കയ്യിൽ കരുതിയിട്ടുണ്ടാവും. ഇതെല്ലാം എനിക്ക് ഇങ്ങനെ ആക്കി തന്നത് എൻ്റെ മാതാവ് ഈശോയിലൂടെയാണ്. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാൻ ഈ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഉടമ്പടി തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായാലും ആരൊക്കെ എന്നെ വിട്ടു പോയാലും ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ആ രീതിയിൽ ഞാൻ ജീവിച്ചോളാം. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ അമ്മേനെ സമർപ്പിച്ച് ഞാൻ ജീവിക്കും. എൻ്റെ ഈശോയിലും മാതാവിലും ഒത്തിരി ഞാൻ സ്നേഹിക്കുന്നുണ്ട്. 1000 നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ശൈലജ നായർ എന്ന ഈ സഹോദരി മകൻ അമിത്തിനോടൊപ്പം വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ ഈശോ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നമ്മെ സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയ ദൗത്യം ഏറ്റെടുത്തതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾക്ക് പറയാനുള്ളത്. യൂട്യൂബിലൂടെയും കൃപാസനം പത്രത്തിലൂടെയും പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേട്ടറിഞ്ഞ് തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ഈശോയെ സമീപിക്കുക, പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിക്കുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബോംബെയിൽ നിന്ന് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത്. ഈ മകൾക്ക് ഉടമ്പടി ഉടൻ പരിഹാരമാണെന്ന് തൻ്റെ മകൻ്റെ ജോലി അസ്വസ്ഥതകളിൽ നിന്ന് മകന് വളരെ പെട്ടെന്നൊരു ജോലി ആവശ്യമായിരുന്നു. താൻ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തനിക്ക് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടും ദൈവസ്നേഹത്തോടും കൂടി മുന്നേറിയപ്പോഴാണ്, ഉടമ്പടി ജീവിച്ചപ്പോഴാണ് വലിയ അത്ഭുതങ്ങൾ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ഡെയിലി ബ്രെഡിലൂടെ കൃത്യമായ സന്ദേശം ഏറ്റെടുക്കുകയും അത് പറഞ്ഞ ദിവസത്തിൽ മുൻപ് തന്നെ ഈ മകളുടെ അസ്വസ്ഥതകൾ, നാവിലുള്ള തൊലി പോകുന്ന ഒരു അസുഖം സൗഖ്യപ്പെടുകയും ഈ മകൾ പറയാൻ വിട്ടുപോയ ഒരു വലിയ ഒരു കാര്യമാണ് മകളുടെ മുടി വെളുത്താണ് ഇരുന്നിരുന്നത്. ഈ മകളുടെ മുടി ഇന്ന് ഡൈ ചെയ്തതല്ല, അത് കറുത്തതാണ്, തനിയെ കറുത്തു വന്നതാണെന്നുള്ളൊരു വലിയ അവസ്ഥയെക്കുറിച്ച് മകൾ ഏറ്റു പറഞ്ഞിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ നാം എത്ര തന്നെ പരിശ്രമിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാകാൻ നാം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈശോ തന്നെ നമുക്ക് നൽകുന്ന സൗഖ്യങ്ങളുണ്ട്. അതാണ് ഇന്ന് ശൈലജയ്ക്ക് ഇവിടെ ഏറ്റു പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രബോധനങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ 15-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന ഒന്ന് മാത്രമാണ്: നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നൽകും. കാരണം നാം ഈശോയെ നാം മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റുപറയുമ്പോൾ പിതാവിൻ്റെ മുൻപിൽ അവിടുന്ന് നമ്മെ ഏറ്റുപറയും. അതിനുവേണ്ടി നമുക്കൊന്നു മാത്രമേ ചെയ്യാനുള്ളൂ: എൻ്റെ സ്നേഹത്തിൽ, ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കുക. അതാണ് ഈ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. ശൈലജ പറഞ്ഞതുപോലെ ഇനി എനിക്ക് ഒന്നും വേണ്ട. ഒരു ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക് എത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഉടമ്പടി ജീവിതത്തിൽ ഇനി എനിക്കൊന്നും ആവശ്യമില്ല, എനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ ആ സന്തത സഹചാരിയായി ജീവിക്കുവാനും ഈശോ എന്നിൽ വസിക്കുന്ന ഒരു വലിയ ജീവിതാനുഭവം മാത്രം മതി, ബാക്കിയുള്ളതെല്ലാം എനിക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു, എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസദാർഢ്യം, ഒരു ഏറ്റുപറച്ചിലാണ് ഈ മകളോട് ഏറ്റുപറയുന്നത്.
നിത്യരക്ഷയും അനുദിന ജീവിതവും ഉടമ്പടി വഴി നമുക്ക് ഉറപ്പായി നൽകും എന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ ഈ മകളേറ്റ് പറയുകയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്നുള്ള പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ശൈലജ ഇന്ന് ലോകത്തോട് പല ഭാഷകളിലുള്ള പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയി നമുക്ക് രക്ഷയ്ക്കായി ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. ശൈലജയിലും കുടുംബത്തിലും ഇന്ന് ക്രിസ്തു രൂപപ്പെടുമ്പോൾ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നു എന്നുള്ളൊരു വലിയ സത്യം ഏറ്റുപറയുവാനും യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞിട്ട് ഉടമ്പടി തൈലം പൂശുമ്പോൾ അവർക്കെല്ലാം സൗഖ്യം ലഭിക്കുന്ന വലിയ ജീവിതാനുഭവം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു വലിയ ആത്മീയ അധികാരം കൂടി ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കാനും സകല ശത്രുക്കളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ള അധികാരം ഇന്ന് ശൈലജ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഉടമ്പടിയുടെ വിശ്വസ്തയോടുകൂടിയുള്ള ജീവിതത്തിലാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഞങ്ങളുടെ എല്ലാ ജീവിത അസ്വാസ്ഥ്യങ്ങളെയും ദുരന്തങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച്, നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.